നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നായികമാരുടെ വർഗീകരണം എങ്ങനെയാണ് എന്ന് നോക്കാം. സാധാരണയായി പുരുഷൻ, സ്ത്രീയും അവരുടെ പരസ്പര ബന്ധം, അടുപ്പം, കഴിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നായികമാരെ തിരിച്ചിരിക്കുന്നത്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമായതുകൊണ്ട് തന്നെ രതി അടിസ്ഥാന ഘടകമാണ്. ഇതിൽ ആത്മനിയന്ത്രണത്തിൻ്റെ തോത് അനുസരിച്ച് നായികമാരെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്: ഉത്തമ, മധ്യമ, അധമ. ഉത്തമ എന്നാൽ പരിപൂർണ ആത്മനിയന്ത്രണവും സഹിഷ്ണുതയുമുള്ള നായികയാണ് ഉത്തമ. മധ്യമ, തനിക്ക് ലഭിക്കുന്നതെന്തോ അത് തിരികെ നൽകുന്നവൾ മധ്യമ. ഒട്ടും തന്നെ ആത്മനിയന്ത്രണമില്ലാത്ത നായികയാണ് അധമ. രതിയിലുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തി നായികമാരെ വീണ്ടും മൂന്നായി വിഭജിച്ചിട്ടുണ്ട്: മുഗ്ധ, മധ്യ, പ്രഗത്ഭ. ഒട്ടും തന്നെ പരിചയമില്ലാത്ത, രതിയിൽ ഒട്ടും തന്നെ പരിചയമില്ലാത്ത നായികയാണ് മുഗ്ധ. മധ്യ, ഭാഗികമായി പരിചയമുള്ളവൾ മധ്യ. എന്നാൽ പക്വതയെത്തിയവൾ, അത്യധികം പരിചയസമ്പന്നയുമായ നായികയാണ് പ്രഗത്ഭ. ഭർത്താവുമായുള്ള അടുപ്പത്തെ ആധാരമാക്കി നായികമാരെ വീണ്ടും 5ആയി വിഭജിച്ചിട്ടുണ്ട്. അവയാണ് സ്വീയ, പരകീയ, സാമാന്യ, ജ്യേഷ്ഠ, കനിഷ്ഠ. സ്വീയ എന്നാൽ വിവാഹിതയും ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നതുമായ നായികയാണ് സ്വീയ. പരകീയ, വിവാഹിതയാണെങ്കിലും മറ്റൊരാളുമായി അടുപ്പത്തിലുള്ള നായികയാണ് പരകീയ. എന്നാൽ സാമാന്യയാണെങ്കിലോ സ്വതന്ത്ര, ആർക്കു വേണ്ടിയും സ്വയം വിൽക്കുന്നവളാണ് സാമാന്യ. ജ്യേഷ്ഠ, ഭർത്താവ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന നായിക ജ്യേഷ്ഠ. കനിഷ്ഠ, ഭർത്താവ് വളരെ കുറച്ചു മാത്രം പരിഗണിക്കുന്ന നായികയാണ് കനിഷ്ഠ. ശൃംഗാരരസത്തെ അടിസ്ഥാനപ്പെടുത്തി നായികമാരെ 8ആയി വിഭജിച്ചിട്ടുണ്ട്: അഷ്ടശൃംഗാര നായികമാർ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് കപിത്തഹസ്ത വിനിയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. കപിത്തഹസ്ത വിനിയോഗഃ. ലക്ഷ്മ്യാം ചൈവ സരസ്വത്യാം നടാനാം താളധാരണേ ഗോദോഹനേ വ്യഞ്ജനേ ച ലീലാകുസുമധാരണേ ചേലാഞ്ജലാദിഗ്രഹണേ പട്ടസ്യൈവാവഗുണ്ഠനേ ധൂപദീപാർച്ചനേ ചാപി കപിത്ഥ സംപ്രയുജ്യതേ. ലക്ഷ്മ്യാം ചൈവ, ലക്ഷ്മി ദേവി. സരസ്വത്യാം, സരസ്വതി ദേവി. നടാനാം താളധാരണേ, നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് താളം പിടിക്കുക. ഗോദോഹനെ, പശുവിനെ കറക്കുക. അഞ്ജനെ, കണ്ണെഴുതുക. ലീലാകുസുമധാരണേ, പെൺകുട്ടി പൂ പിടിച്ച് നിൽക്കുക. ചേലാഞ്ജലാദിഗ്രഹണേ, വസ്ത്രത്തിൻ്റെ അഗ്രം പിടിച്ച് വലിക്കുക. പട്ടസ്യൈവാവഗുണ്ഠനെ, വസ്ത്രം ഉപയോഗിച്ച് പുതയ്ക്കുക.
ധൂപദീപാർച്ചനെ ദീപാരാധന. കടകാമുഖഹസ്ത വിനിയോഗഃ കുസുമാവചയേ മുഗ്ധാ ശ്രദ്ധാനാം ധാരണേ തഥാ ശരമധ്യാകർഷണേ ച നാഗവല്ലിപ്രദാനകേ കസ്തൂരികാദിവസ്തൂനാം പേഷണേ ഗന്ധവാസനേ വചനേ ദൃഷ്ടിഭാവേപി കടകാമുഖയിഷ്യത്തെ. കുസുമാവചയേ പൂ പറിക്കുക. മുഗ്ധ ശ്രദ്ധാന മുത്തുമാല. ധാരണേ അണിയുക. ശരമധ്യാകർഷണേ വില്ല് കുലയ്ക്കുക. നാഗവല്ലി പ്രദാനകെ വെറ്റില നൽകുക. കസ്തൂരികാദി വസ്തൂനാം സുഗന്ധദ്രവ്യങ്ങൾ. പേഷണെ മിക്സ് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. ഗന്ധവാസനെ മണക്കുക. വചനെ വാക്ക്. ദൃഷ്ടിഭാവേ നോട്ടം. ഇതാണ് കടകാമുഖ ഹസ്തവിനിയോഗത്തിൻ്റെ അർത്ഥം. അടുത്ത ക്ലാസ്സിൽ ബാക്കി നായികമാരെക്കുറിച്ചും വിനിയോഗങ്ങളും പഠിക്കാം.